മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പരയിലെ ബൈജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് കാർത്തിക് പ്രേക്ഷകരുടെ കയ്യടി നേടിയത്. സ്ക്രീനിൽ നിന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള കാർത്തിക് ഇന്ന് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഫെബ്രുവരി 21-നാണ് കാർത്തിക്കിന് വലിയൊരു അപകടം സംഭവിച്ചത്. ഇതേ തുടർന്ന് താരം ഇപ്പോൾ ചികിത്സയിലാണ്. മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആന്റണിയാണ് കാർത്തിക്കിന്റെ അവസ്ഥ വിശദീകരിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആന്റണി പറയുന്നത്. ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വന്നതാണെന്ന് പറഞ്ഞാണ് ബീന ആന്റണി പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും, ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ്, നിങ്ങളുടെ ബൈജുവിന് ഈ അടുത്തൊരു അപകടം പറ്റിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാണും. പരുക്ക് ഗുരുതരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി പേർ തന്നോട് ഗ്രൂപ്പിലൂടെയും പേഴ്സണൽ മെസ്സേജുകളിലൂടെയും ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്നാണ് ബീന ആന്റണി പറയുന്നത്. ഇപ്പോഴത്തെ കാർത്തിക്കിന്റെ അവസ്ഥയെക്കുറിച്ച് ബീന ആന്റണി പറയുന്നത് ഇങ്ങനെ: സത്യമാണ്, അവനൊരു അപകടം പറ്റി. തിരുവനന്തപുരത്ത് നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങവെയായിരുന്നു സംഭവം. ബസ് ഇടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചു. സെറ്റിൽ നിന്നും സാബുചേട്ടനും ഫിറോസ് ഭായിയും ഒക്കെ പോയി കണ്ടിരുന്നു. ICUവിൽ വെച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും ബീന ആന്റണി പറയുന്നു. സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നടക്കാൻ കുറച്ച് സമയമെടുക്കും. കാലിനാണ് പരിക്ക്. കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. 2 കാലിന്റെയും സ്കിന്നും മസിലും ഒക്കെ പോയിട്ടുണ്ട്. അതിന്റെ സർജറികൾ നടക്കുകയാണിപ്പോൾ. കാർത്തിക്കിന്റെ വീട് കോഴിക്കോടാണ്. ഭാര്യയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ പിന്നെ കുറെ കൂടി കംഫർട്ടബിൾ ആയതിനാൽ അവനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ചികിത്സ നടക്കുന്നതെന്നും ബീന ആന്റണി പറയുന്നുണ്ട്. മാത്രമല്ല, കാർത്തിക്കുമായി താൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നും കാർത്തിക്കിന്റെ ഭാര്യയുമായാണ് സംസാരിച്ചതെന്നും ഭയങ്കര വേദനയായതുകൊണ്ട് പെയിൻ കില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് ബീന ആന്റണി പറയുന്നത്. പ്ലാസ്റ്റിക് സർജറികൾ 2-3 കഴിഞ്ഞു. ഇനിയും സർജറികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു വേണം പൊട്ടലിനുള്ള സർജറി നടത്തേണ്ടത്. അങ്ങനെ കുറച്ച് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് കാർത്തിക്കിന്റെ ശരിക്കുമുള്ള ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് ബീന ആന്റണി അറിയിച്ചത്. ബൈജു എന്ന നിഷ്കളങ്കനായ കഥാപാത്രം പോലെ കാർത്തിക്കും വളരെ പാവമാണ്. എല്ലാവരോടും വലിയ സ്നേഹമുള്ള വ്യക്തിയാണ്. എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്കും പ്രൊഫഷനിലേക്കും തിരിച്ചു വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ബീന ആന്റണി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ KSRTC ബസ് പിന്നിൽ നിന്നിടിക്കുകയായിരുന്നു. ഫെബ്രുവരി 21-ന് വൈകിട്ടായിരുന്നു അപകടം. സംഭവ സ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.